എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഡിജിറ്റൽ കോഡ്സ്. അതിൽ ഫസ്റ്റാണ് BCD കോഡ് അല്ലെങ്കിൽ ബൈനറി കോഡഡ് ഡെസിമൽ. ബൈനറി കോഡഡ് ഡെസിമൽ ഓർ BCD ഈസ് അനദർ പ്രോസസ് ഫോർ കൺവേർട്ടിംഗ് ഡെസിമൽ നമ്പേഴ്സ് ഇൻ ടു ദെയർ ബൈനറി ഇക്വാലൻസ്. ഡെസിമൽ നമ്പേഴ്സിനെ ബൈനറി കോഡിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഡിജിറ്റൽ കോഡാണ് ബൈനറി കോഡഡ് ഡെസിമൽ അല്ലെങ്കിൽ BCD. ഡെസിമൽ നമ്പേഴ്സിനെ ബൈനറി കോഡിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഡിജിറ്റൽ കോഡാണെന്ത് ബൈനറി കോഡഡ് ഡെസിമൽ. ദിസ് എൻകോഡിംഗ് ക്യാൻ ബി ഡൺ ഇൻ എയ്തർ 4 ബിറ്റ് ഓർ 8 ബിറ്റ്. അപ്പം 4 ബിറ്റ് ആയിട്ടോ 8 ബിറ്റ് ആയിട്ടാണ് ഈ എൻകോഡിംഗ് ഒക്കെ പെർഫോം ചെയ്യുക. സാധാരണ നമ്മൾ 4 ബിറ്റ് ആണ് യൂസ് ചെയ്യാറ്. ഇറ്റ് ഈസ് എ ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻറ്റ് സിസ്റ്റം ദാറ്റ് കൺവേർട്സ് ദി decimal numbers into binary numbers as compared to the existing binary system. എക്സിസ്റ്റിംഗ് ബൈനറി സിസ്റ്റത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ ഫാസ്റ്റും അതുപോലെ എഫിഷ്യൻറ്റുമാണ്. ദീസ് ആർ ജനറലി യൂസ്ഡ് ഇൻ ഡിജിറ്റൽ ഡിസ്പ്ലേസ്. അപ്പം ഡിജിറ്റൽ ഡിസ്പ്ലേകളിലാണെന്ത് ഇവ സാധാരണയായിട്ട് യൂസ് ചെയ്യാറ്. നമ്മൾ ഹെക്സാഡെസിമൽ നമ്പർ എഴുതിയ പോലെ തന്നെ ഇതും നമുക്ക് എഴുതാൻ കഴിയും. ആദ്യത്തെ കോളം വാല്യൂസ് 80 പിന്നെ 2 1 ആണ്. രണ്ടാമത്തെ കോളം എന്ന് പറഞ്ഞാൽ എന്താണ് 40 41. ദെൻ മൂന്നാമത്തെ കോളം 20 21. നാലാമത്തെ കോളം 10 1. അങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. BCD കോഡിനെ നമുക്ക് 4 ക്ലാസ്സായി ഡിവൈഡ് ചെയ്യാൻ കഴിയും. വെയ്റ്റഡ് കോഡ്സ്, സെൽഫ് കോംപ്ലിമെൻറ്റിംഗ് കോഡ്സ്, സൈക്ലിക്, റിഫ്ലക്റ്റഡ് ഓർ ഗ്രേ കോഡ്, എറർ ഡിറ്റക്റ്റിംഗ് ആൻഡ് കറക്റ്റിംഗ് കോഡ്സ്. നെക്സ്റ്റ് ഗ്രേ കോഡ്. The gray code is a sequence of binary number system which is also known as reflected binary code. ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ സീക്വൻസിനെയാണ് ഗ്രേ കോഡ് എന്ന് പറയുന്നത്. ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ സീക്വൻസിനെയാണ് ഗ്രേ കോഡ് എന്ന് പറയുന്നത്. ഇത് തന്നെ റിഫ്ലക്റ്റഡ് ബൈനറി കോഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. ദി ഗ്രേ കോഡ് ഈസ് എ വെരി ലൈറ്റ് വെയ്റ്റ് കോഡ് ബിക്കോസ് ഇറ്റ് ഡസൻ ഡിപ്പെൻഡ് ഓൺ ദി വാല്യൂ ഓഫ് ദി ഡിജിറ്റ് സ്പെസിഫൈഡ് ബൈ ദി പൊസിഷൻ. അപ്പോൾ ഗ്രേ കോഡ് എന്താണ് ഒരു ലൈറ്റ് വെയ്റ്റ് കോഡാണ്. കാരണം എന്താണ് ഇത് പൊസിഷൻ സ്പെസിഫൈ ചെയ്യുന്ന ഡിജിറ്റിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഗ്രേ കോഡ് എന്താണ് ഒരു ലൈറ്റ് വെയ്റ്റ് കോഡാണ്. കാരണം എന്താണ് ഇത് പൊസിഷൻ സ്പെസിഫൈ ചെയ്യുന്ന ഡിജിറ്റിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദിസ് കോഡ് ഈസ് ഓൾസോ കോൾഡ് എ സൈക്ലിക് വേരിയബിൾ കോഡ്. അപ്പം ഗ്രേ കോഡ് തന്നെ സൈക്ലിക് വേരിയബിൾ കോഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. ബൈനറി കോഡിൽ എക്സോർ ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ടാണ് നമ്മൾ ഗ്രേ കോഡ് ജനറേറ്റ് ചെയ്യുന്നത്. ലെഫ്റ്റ് കാണാനാണ് എക്സോർ ഓപ്പറേഷൻ്റെ ട്രൂത്ത് ടേബിൾ. അപ്പോൾ നമ്മൾ 0 0 എന്ന ഇൻപുട്ട് കൊടുത്താൽ ഔട്ട്പുട്ട് 0 ആണ് കിട്ടുക. 0 1 കൊടുത്താൽ 1 ആണ് കിട്ടുക. 1 0 കൊടുത്താൽ 1 ആണ് കിട്ടുക. 1 1 കൊടുത്താൽ 0 ആണ്. അതായത് സെയിം സിമ്പിൾസിലെ 0 0 1 1 കൊടുക്കുമ്പോൾ നമുക്ക് 0 കിട്ടും. ഡിഫറൻറ്റ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും നമുക്ക് 1 ആണ് കിട്ടുക. അപ്പോൾ സെയിം ഇൻപുട്ട് കൊടുക്കുമ്പോൾ 0 ഡിഫറൻറ്റ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ 1 വരുന്നതാണ് എക്സോർ ഓപ്പറേഷൻ. ഇനി നമുക്ക് ഒരു ബൈനറി കോഡിൽ നിന്ന് എങ്ങനെയാണ് ഒരു ഗ്രേ കോഡ് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തന്ന ബൈനറി ആണെന്ത് 10 11. അപ്പോൾ 1011 ആദ്യത്തെ ആ മേലുള്ള 1നെ താഴേക്ക് ചെയ്താൽ ദെൻ മേലത്തെ ഫസ്റ്റ് 2 1 0 അല്ലേ. അപ്പോൾ 1 0 ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ ഔട്ട്പുട്ട് വരുന്നത് ആ ട്രൂത്ത് ടേബിൾ നോക്കിയാൽ 1 0 കൊടുക്കുമ്പോൾ നമുക്ക് 1 ആണ് വരുന്നത്. സോ ആ 1 താഴെ ചെയ്താൽ ദെൻ രണ്ടാമത്തെ 0 മൂന്നാമത്തെ 1 എക്സോർ ചെയ്യുക. അപ്പം 0 1 എക്സോർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 0 1 എക്സോർ ചെയ്യുമ്പോൾ 1 കിട്ടും. അപ്പോൾ 1 താഴെ ചെയ്താൽ ദെൻ 1 1 എക്സോർ ചെയ്യുക അല്ലേ. 1 1 എക്സോർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 0 കിട്ടും. അങ്ങനെ നമുക്ക് 1011 ഗ്രേ കോഡ് 1110 എന്ന് കിട്ടും. എങ്ങനെയാണ് ചെയ്തത് ആദ്യത്തെ ബൈനറി കോഡിൻ്റെ 1നെ താഴേക്ക് ചെയ്തു. ദെൻ ബൈനറി കോഡിലെ 1 0 എക്സോർ ചെയ്യും. 1 0 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 1 കിട്ടും. ദെൻ 0 1 എക്സോർ ചെയ്യുമ്പോൾ 1 കിട്ടും. 1 1 എക്സോർ ചെയ്യുമ്പോൾ 0 കിട്ടും. അങ്ങനെയാണ് ബൈനറി കോഡിൽ നിന്ന് കറസ്പോണ്ടിങ് ഗ്രേ കോഡ് കിട്ടുന്നത്. ഇനി നമുക്ക് XS3 കോഡ് എന്താണെന്ന് നോക്കാം. ദി XS3 കോഡ് ഓർ XS3 ഈസ് എ നോൺ വെയ്റ്റഡ് കോഡ് യൂസ് ടു എക്സ്പ്രസ് ഡെസിമൽ നമ്പേഴ്സ്. ഡെസിമൽ നമ്പേഴ്സിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നോൺ വെയ്റ്റഡ് കോഡാണെന്ത് XS3 കോഡ് അല്ലെങ്കിൽ XS3. ഡെസിമൽ നമ്പേഴ്സിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നോൺ വെയ്റ്റഡ് കോഡാണെന്ത് XS3 കോഡ് അല്ലെങ്കിൽ XS3. ഇനി വരുന്ന സ്റ്റെപ്സ് വഴി നമുക്കൊരു ബൈനറി നമ്പറിൻ്റെ XS3 കോഡ് കണ്ടുപിടിക്കാം. ആദ്യം ഗിവൺ ബൈനറി നമ്പറിൻ്റെ ഡെസിമൽ നമ്പർ കണ്ടുപിടിക്കണം. ദെൻ ഓരോ ഡിജിറ്റിലും 3 ആഡ് ചെയ്യണം. ദെൻ അങ്ങനെ ന്യൂലി ജനറേറ്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പറിൽ നിന്ന് ബൈനറി കോഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് എങ്ങനെയാണ് ഒരു BCD കോഡിൽ നിന്ന് ഒരു XS3 കോഡ് എഴുതാമെന്ന് നോക്കാം.
അപ്പോൾ ഇതാണ് ഡെസിമൽ ഡിജിറ്റ്, അതിൻ്റെ കറസ്പോണ്ടിങ് BCD, അതിൻ്റെ XS3 കോഡ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്കൊരു BCD കോഡിൽ നിന്ന് അതിൻ്റെ 3 ആഡ് ചെയ്താണെന്ത് നമുക്ക് XS3 കോഡ് കിട്ടുന്നത്. അപ്പോൾ ആദ്യത്തെ BCD കോഡ് ഏതാണ്? 0000. അതിനോട് 3 ആഡ് ചെയ്ത് 3 എന്ന് എത്രയാണ്? 0011 ആണല്ലേ. അപ്പോൾ 0000നോട് 3 ആഡ് ചെയ്ത് നമുക്ക് കിട്ടും 0011 കിട്ടും. ദെൻ രണ്ടാമത്തെ ഏതാണ്? 0001 ആണല്ലേ. അതായത് 1 എന്ന ഡെസിമൽ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള BCD ആണെന്ത്? 0001. അപ്പോൾ അതിൻ്റെ XS3 കോഡ് എങ്ങനെയാണ് കിട്ടുക നമുക്ക് ചെയ്ത് നോക്കാം. 0001 കേട്ടോ. 0001 പ്ലസ് 0011. ഈ 0011 ആണെന്ത്? 3. അപ്പോൾ നമ്മൾ 1നോട് 3 ആഡ് ചെയ്യാണ്. അപ്പോൾ 1ഉം 1ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 0 കിട്ടും, വിത്ത് ക്യാരി 1 ഉണ്ടാവും. ഈ ക്യാരി 1ഉം 0യും കൂട്ടിയാൽ എന്താണ്? 1. 1ഉം 1ഉം കൂട്ടിയാൽ 0, വിത്ത് ക്യാരി 1 ഉണ്ടാവും. 1ഉം 0യും 1, 1ഉം 0യും 1, ദെൻ 0യും 0യും 0. സോ നമുക്ക് 0100 എന്ന് കിട്ടും. അതായത് നമ്മൾ 1 + 3 ചെയ്ത് നമുക്ക് കിട്ടും 0100 കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടി? 0001നെ നമ്മൾ XS3 കോഡ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0100 എന്ന് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിജിറ്റൽ കോഴ്സിൽ ആകെ പഠിക്കാനുള്ളത്.